സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച 3 അവാർഡുകൾ കൊണ്ടോട്ടി പുളിക്കൽ എബിലിറ്റി ക്യാമ്പസ് അധികൃതർ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. 25,000 രൂപ വീതമായിരുന്നു പുരസ്കാരത്തുക. പ്രശസ്തിപത്രവും ഉപഹാരവും അടങ്ങുന്ന അവാർഡ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് എബിലിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ അഹമ്മദ് കുട്ടി മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ഏറ്റുവാങ്ങി. സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2025 മികച്ച ഭിന്നശേഷി സൗഹൃദ സ്ഥാപനം എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് പുളിക്കൽ. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ്. ഈ സ്ഥാപനം പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമാണ്. ഓഡിയോ ബുക്ക് ലൈബ്രറി, ഇമ്പോസ്റ്റ് ഫുഡ് മാർക്ക്, റീഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പരിശീലനം, PSC പരിശീലന കേന്ദ്രം, മൊബിലിറ്റി പരിശീലനം, ബ്രെയിൽ സൈൻ ബോർഡ്, വൊക്കേഷണൽ ട്രെയിനിംഗ്, പാരാ സ്പോർട്ട് ആൻഡ് ആർട്സ് പരിശീലനം, ആംഗ്യഭാഷാ പരിശീലനം എന്നിങ്ങനെ നിരവധി കോഴ്സുകളും പരിശീലനങ്ങളും സ്ഥാപനം നൽകി വരുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള പുരസ്കാരം എബിലിറ്റി ക്യാമ്പസിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനർ CP ഫൗസിയ ഏറ്റുവാങ്ങി. പരിമിതി വിഭാഗം ശ്രീമതി ഫൗസിയ CP. എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ് മലപ്പുറം എന്ന സ്ഥാപനത്തിൽ പ്രോഗ്രാം കോർഡിനേഷൻ, സോഷ്യൽ മാനേജ്മെന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിൽ 2022 മുതൽ ജോലി ചെയ്തു വരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായങ്ങൾ ചെയ്തു വരുന്നു. ശ്രവണ പരിമിതി വിഭാഗത്തിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുള്ള പുരസ്കാരവും എബിലിറ്റി ക്യാമ്പസ് നേടി. ഇവിടെയുള്ള ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൽ അനിൽകുമാറിനാണ് പുരസ്കാരം. മലപ്പുറം ജില്ലയിൽ പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എബിലിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ ഹിയറിംഗ് ഇംപയർഡ് എന്ന സ്ഥാപനത്തിൽ 2018 മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരുന്നു. വിവിധ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകി വരുന്നു. ന്യൂസ് ഡെസ്ക് KR1.